എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആനി നന്ദുവിനെ കാത്തു നിൽക്കുന്നു. എന്നിട്ട് നന്ദു വന്നു കഴിയുമ്പോൾ ചോദിക്കും, നീ എന്തിനാ വിളിച്ചത്? നിൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ അതിലെന്തോ പന്തികേടുണ്ടോയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്താടി പ്രശ്നമെന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇത്രയും നാൾ നമ്മൾ ആശ്വസിച്ചുകൊണ്ടിരുന്നത് നവീനേട്ടൻ്റെ അമ്മ എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് കരുതിയല്ലേ? എങ്കിൽ അതും കുളവായിട്ടുണ്ട്. ഇന്നലെ നവീനേട്ടൻ്റെ മുത്തശ്ശനും അമ്മയും കൂടി വീട്ടിൽ വന്നായിരുന്നു. ഏതായാലും അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടുവെന്നും ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നും പറയാനാണ് അവർ വന്നത്. അവരെന്നോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും വീട്ടിലിപ്പം അച്ഛനും അമ്മയും ഏതാണ്ട് നേടിയ ഭാവത്തിൽ ഒരുപാട് സന്തോഷത്തിലാണ് നടക്കുന്നത്. എന്തൊക്കെയോ കീഴടക്കിയ ഒരു മനോഭാവമാണ് അവർക്ക് എന്നൊക്കെ പറയുമ്പം ഭയങ്കര വിഷമം അനിക്ക്. അനി എടുത്ത് വായിക്കി ചോദിക്കുവാണേ, നിൻ്റെ വീട്ടുകാർക്കെല്ലാം അതിനോട് താല്പര്യമാണ്, പിന്നെ നവീൻ്റെ വീട്ടുകാർക്കും താല്പര്യമാണ് ഈ വിവാഹത്തോട്. അതുകൊണ്ട് നിൻ്റെ മനസ്സിനി അങ്ങോട്ടങ്ങനെ ചാഞ്ഞോ എന്ന്. അത് കേൾക്കുമ്പം നന്ദുവിന് ദേഷ്യം വരുമേ. നീ എന്നത് ഈ പറയുന്നത് എന്ന് വെച്ച് കൈക്കിട്ട് ഒരു ഇടി വെച്ച് കൊടുക്കും. അന്നേരം എനിക്ക് വേദനിച്ചു എന്ന് പറയുമ്പം ശരിക്കും വേദനിക്കുകയല്ല ചെയ്യേണ്ടത്, നല്ലത് തരുവാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണോ നീ സംസാരിക്കുന്നത്? നിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു, സ്നേഹിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ ചിലപ്പോൾ നവീനേട്ടനെ വേണ്ടാന്ന് വെക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ സാഹചര്യം. നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഈ വിഷമമൊക്കെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പം അനി പറയുവാണ്, അവന് ശരിക്കും അറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്. ആ സ്ഥിതിക്ക് അവൻ ഇതിൽ നിന്ന് പിന്മാറുമല്ലേ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ശരിക്കും അവൻ എന്നെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ഞാൻ നവീനേട്ടനെ തെറ്റ് പറയുകയില്ല. നവീനേട്ടന് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആ സമയം തന്നെ നീ തുറന്നു പറയണമായിരുന്നു. അതിനു മുമ്പേ ഞാൻ നന്ദുവിനെ സ്നേഹിച്ചു പോയി, എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന്. അങ്ങനെ നീ പറയാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. എന്നിട്ടിപ്പം നവീനേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേക്കും അനി ആകെ വിഷമത്തിൽ പറയുവാണ്, എടി ഇനി എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് മുന്നോട്ട് പോയി നിൻ്റെ വിവാഹം നവീനുമായിട്ട് നടക്കുവാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാകില്ല എന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കുറേ നല്ല ഓർമ്മകളുണ്ട് നമ്മൾ ഒരുമിച്ചുള്ളത്. ആ ഓർമ്മകളുമായിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ജീവിച്ചോളാം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കാനുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, അവൻ നല്ല കഴിവുള്ള ഒരു വക്കീലല്ലേ? എൻ്റെ കേസ് തന്നെ അവൻ വാദിച്ചത് എങ്ങനെയാണ് എന്ന് നീ കോടതിയിലിരുന്ന് തന്നെ കണ്ടതല്ലേ, നേരിട്ട് കണ്ടതല്ലേ? ആ സ്ഥിതിക്ക് നമ്മൾ രണ്ടുപേരും കൂടെ വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കറങ്ങാൻ പോയി, രാത്രി അവിടെ തങ്ങി എന്നൊക്കെ പറയുമ്പം തന്നെ അവനത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അവൻ്റെ മനസ്സിൽ അതൊരു കരടായിട്ട് കിടക്കേണ്ടതല്ലേ? അവൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും നന്ദുവിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതല്ലേ? എന്നിട്ടും എന്താ അവൻ ആ രീതിയിൽ ചിന്തിക്കാത്തത് എന്ന് അനി ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ചില ആണുങ്ങൾ അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവളെ ഒരിക്കലും അവിശ്വസിക്കില്ല, അവളെപ്പറ്റി ചീത്തയായിട്ടൊന്നും ചിന്തിക്കില്ല. അവിടെയാണ് പലരും പെട്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി പറയും, ശരിയാ, എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. ഏതായാലും അവരെങ്ങനെയെങ്കിലും വിവാഹം മുടക്കണം എന്ന് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് ഒന്ന് നമുക്ക് ഒരു അരമണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് കാറിൽ കയറി ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുവാണ് നവ്യ വരുന്നത്. നവ്യ വരുമ്പം ചോദിക്കുന്നു, നീ എവിടെ പോയതായിരുന്നു എന്ന്. അന്നേരം നവ്യ, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതുവരെ എന്നോടില്ലായിരുന്നല്ലോ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം, ആ രീതിയല്ലായിരുന്നു. ഇപ്പം എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തന്നെ കരുതിക്കോ, നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കും. അന്തേക്ക് അങ്ങോട്ടേക്ക് നയനയും വരുവേ. ഇപ്പോൾ ഉള്ള പ്രത്യേകത ഞാൻ പറയാം, ചേച്ചി ഇന്ന് നവീനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കും. അങ്ങനെ കണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം നയന വീണ്ടും ചോദിക്കുവാണ്, എന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞതെന്ന്. ഞാൻ നവീനെ കണ്ടു എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ സംസാരിച്ച കാര്യം നീ അറിഞ്ഞു കാണുമല്ലോ, അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, ആ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാണ് നവീനോട് നന്ദുവും അനിയും തമ്മിൽ സ്നേഹത്തിലാണ് എന്ന് ചേച്ചി പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതേയും ഇത് കേട്ടുകൊണ്ട് തന്നെ ജലജ, നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പോയി പറയാൻ പോയത്? ഇനി ആ വിവാഹം നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എൻ്റെ മകൾക്കല്ലേ? ഇതിൻ്റെ പേരിൽ അനിയെ എൻ്റെ മകൾക്ക് കിട്ടാതെ വന്നാലുണ്ടല്ലോ എന്നൊക്കെ ജലജ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഏതായാലും നന്ദു അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അവൾക്ക് അനിയെ കിട്ടാൻ പോകുന്നില്ല, അതുപോലെ തന്നെ നവീനെയും കിട്ടരുത്. അവളുടെ ജീവിതത്തിൽ നല്ലൊരു പുരുഷനെ അവൾക്ക് കിട്ടരുത്, നല്ലൊരു ജീവിതം കിട്ടരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ജലജ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇതുകൊണ്ട് മെച്ചം ഉണ്ടാകുന്നത് അനിക്കും നന്ദുവിനും തന്നെയാണ്. നവീനേട്ടൻ ഇത് വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ വിശ്വസിച്ച് വിവാഹം മുടങ്ങിപ്പോയാൽ തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഇവിടുന്ന് മുത്തശ്ശനും
മുത്തശ്ശിയും പോയി അവിടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കും. അങ്ങനെ അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കുകയും ചെയ്യും. അപ്പോഴും നഷ്ടം അവന്തികയ്ക്കൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് നയന. അന്നേരം നവി പറയുന്നുണ്ട് ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഏതായാലും അവൾ ഇങ്ങോട്ട് വരരുത്, അതുപോലെ നവീൻ്റെ ജീവിതത്തിലേക്കും അവൾ ചെല്ലരുത്. നവീൻ വിശ്വസിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പോയി പറയാൻ പോകുന്നത് നവീൻ്റെ അമ്മയോടായിരിക്കും എന്ന് പറയും. അന്തേക്കും ജലജ, നീ ഇങ്ങനെയൊക്കെ കാണിച്ചു, എന്നെ ദ്രോഹിക്കാനല്ലേ അപ്പം നീ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ അവന്തിക മോൾക്ക് അനിയെ കിട്ടണം, അതിനപ്പുറം ഒന്നുമില്ല ഇവിടെ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഈ വീട് ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ജലജ. അന്നേരം ദേവേനി പറയുന്നുണ്ട് ഈ കാര്യം നീ ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അനിയുടെ മനസ്സെന്താണ് എന്ന് അനി എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അവൻ ഒരു അനിയത്തെ പോലെയാണ് അവന്തികയെ കാണുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് അവനെ ആരും ഇനി അവന്തികയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. അവന് നന്ദുവിനെ ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം നടക്കട്ടെ, അതിനോടൊപ്പമാണ് ഞാനും എന്ന് പറയുന്നു. അതുപോലെ നയന പറയുന്നുണ്ട് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയും അച്ഛനും കൂടി ഇതിനെ ഒന്ന് അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കാൻ വേണ്ടി ഞാനും കൂടെ നിൽക്കും, അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു. എന്തെങ്കിലും ജലജ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. അവന്തികയുടെയും അനിയുടെയും വിവാഹം നടക്കണം, അത് നടന്നില്ലെങ്കിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ദേവേനി പറയും നീ ഒരുപാട് കിടന്ന് ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി നടക്കാൻ പോകുന്ന എന്താണ് എന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയുന്നു. അപ്പം നവിക്കും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. നവിയും കയറി പോവാണ്. പിന്നീട് നവീൻ്റെ വീടാണ് കാണിക്കുന്നത്. നവീൻ കയറി വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന മുത്തശ്ശനെ കാണുന്നു. അന്നേരം എന്താ ഇന്ന് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ പോയി കണ്ടു എന്ന് പറയുമ്പോഴേക്കും അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? എനിക്കിപ്പം ആരെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതല്ലേ, പിന്നെ വേറെ പെണ്ണിനെ പോയി കാണേണ്ട കാര്യം എന്നായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അവർ ആരെയാണ് കണ്ടത് എന്ന് പറയാതെ ബാക്കി എല്ലാ കാര്യങ്ങളും പറയുക. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ചിങ്ങത്തി കല്യാണം നടത്താൻ തീരുമാനിച്ചു, ഏതായാലും ഈ വിവാഹം തന്നെ നടക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നവീൻ പിന്നെയും ചോദിക്കും ഏത് പെണ്ണിൻ്റെ കാര്യമായി ഈ പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ, അതിൻ്റെ പേരിൽ ആരും എന്നോട് തർക്കിക്കാൻ വരണ്ട, നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കും വാശിയുണ്ട് എന്നൊക്കെ നവീൻ പറയുമ്പോഴേക്കും നവീൻ്റെ അമ്മ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ വാശിയൊക്കെ ഉണ്ടായിരുന്നു, ഈ വീട്ടിലോട്ട് എനിക്കിഷ്ടമില്ലാത്തവരെ കയറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷെ നിനക്ക് വേണ്ടി ഞങ്ങളിന്ന് പോയി കണ്ടത് നന്ദുവിനെ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നവീൻ്റെ മുഖം അങ്ങ് മങ്ങിപ്പോവേ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കനകെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു, പക്ഷെ നിനക്ക് വേണ്ടി ആ ഇഷ്ടക്കേട് ഞാൻ മാറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ ഒരു വിഷമമാണ് നവീന്. നവീൻ പറയുക എങ്കിലേ ആ വിവാഹം പെട്ടെന്നൊന്നും വേണ്ട, ഒരു നിശ്ചയം ഒരു 6-7 മാസം കഴിഞ്ഞ് മതി, അടുത്ത ചിങ്ങത്തെ മതി കല്യാണം എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ഇത്രയും നാൾ നീ പറയുന്നത് മൊത്തം കേട്ട് ഞങ്ങൾ ഇവിടെ നിന്നു, ഇനി നീ മാറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തല്ല് മേടിക്കും, ഈ വിവാഹം തന്നെ നടക്കും, അതും ഈ ചിങ്ങത്തിൽ തന്നെ ഞങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ അതിനിപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ ഞാൻ എന്നാ പറയാനാ എന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോയി കഴിയുമ്പം നവീൻ്റെ അമ്മ എന്താ അച്ഛാ അവൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്തോ വിഷമം പോലെ എന്നിങ്ങനെ പറയുമ്പം അത് അവൻ നമ്മുടെ മുമ്പിൽ അഭിനയിച്ചതാ, റൂമിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ അനിയെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് കനകയും ഗോവിന്ദനും വിളിച്ചു, അവർ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകുവാണ്, ആ കാര്യം മോനെ അറിയിക്കാനാണ് ഞങ്ങൾ നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട് ഇവരെല്ലാവരും നന്ദുവിൻ്റെ ഇഷ്ടം ഇതുവരെ ചോദിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കല്യാണമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഒരു കല്യാണം നടക്കുമ്പം ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിപ്പം അവരവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നീ എൻ്റെ കൊച്ചുമോനാണ്, നീ സങ്കടപ്പെടരുത് എന്ന് ഞാൻ കരുതുന്നത് പോലെ തന്നെയാണ് എനിക്ക് നവീനും, അവനെയും എനിക്ക് സങ്കടപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് ഇനി മിക്കവാറും ഈ വിവാഹം നടക്കുമായിരിക്കും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അങ്ങനെ നടക്കുവാണെങ്കിൽ നടന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നന്ദുവിന് പകരം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നാൽ മതി, അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയും മോനെ നീ ഞങ്ങളെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്ന്. അന്നേരം അനി പറയുന്നുണ്ട് അതിലേറെ സങ്കടം എനിക്കുണ്ട് മുത്തശ്ശൻ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഏതായാലും ഞാൻ ഇനി ഇതിൻ്റെ പേരിൽ ആരുടെ അടുത്ത് തർക്കിക്കാനും കാര്യങ്ങൾ പറയാനും വരുന്നില്ല, എന്താ വെച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോയി കഴിയുന്നെങ്കിൽ ഭയങ്കര വിഷമമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. ഇനി എന്ത് ചെയ്യും? നവീന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കല്യാണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും ഇടപെടാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുക മുത്തശ്ശനും മുത്തശ്ശി. ഈ സമയം ആദർശം നയനയും കൂടി സേവ്യറിനെ പോയി കണ്ടു. അന്നേരം സേവ്യർ പറയുന്നുണ്ട് നമ്മൾ കരുതിയതെല്ലാം ശരിയാണ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ നവ്യയായിരുന്നു, നവ്യ കൂട്ടുകാരിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു, കാരണം നവ്യ ആ കൂട്ടുകാരിക്ക് അയച്ച പല വാട്സപ്പ് മെസ്സേജുകളും ഞാൻ ചോർത്തിയെടുത്തിട്ടുണ്ട്, നവ്യ കൊടുത്ത ഇൻഫർമേഷൻസ് ആണ് ആ കുട്ടി നമുക്ക് അയച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സേവ്യർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ആ വാട്സപ്പ് ചാറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആദർശിനെയും നയനെയും. എന്നിട്ട് സേവ്യർ പറയുന്നുണ്ട് ഇവിടെ
ബുദ്ധിപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് നവ്യയാണ്. നവ്യ ആദർശ് സാറിൻ്റെ അനിയൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്നതെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ ആദർശ് നയനയുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നെ ജലജയുടെ ലുക്കിനെ പറ്റി ഒരഭിപ്രായം പറയണേ. എനിക്ക് എന്തോ ജലജയെ കാണുമ്പം ഒരു ദുർമന്ത്രവാദിയുടെ ലുക്കൊക്കെ തോന്നുക. ആ ഒരു കോസ്റ്റ്യൂം ഒട്ടും ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.